ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഹോം അപ്ലയൻസും ഒരു കുടക്കീഴിലൊരുക്കി മൈജി ഫ്യൂച്ചർ ഏപ്രിൽ 10 തൃശൂർ പൂത്തോളിലെത്തുന്നു. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാൻ വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം. വോട്ടെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കോവിഡ്. മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങളില്ല. കണ്ണൂരിലെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് മുഖ്യമന്ത്രി. മകൾ വീണയുടെ ഭർത്താവ് PM മുഹമ്മദ് റിയാസിനും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ വീട്ടിൽ നിരീക്ഷണത്തിൽ. 2 ദിവസമായി ഉമ്മൻചാണ്ടിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ശക്തമാക്കി സംസ്ഥാനം. അടുത്ത 3 ആഴ്ച നിർണായകമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തുന്നവർ ഒരാഴ്ചത്തെ ക്വാറന്റീൻ പൂർത്തിയാക്കണം. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പോലീസ് പരിശോധന ശക്തം. സംസ്ഥാനത്ത് ഇന്ന് 4353 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3858 പേർക്ക് സമ്പർക്ക രോഗബാധ. 297 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 24 മണിക്കൂറിനിടെ 63901 സാമ്പിളുകൾ പരിശോധിച്ചു. 2205 പേർ രോഗമുക്തി നേടി. 18 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4728 ആയി. സംസ്ഥാനം കോവിഡ് 2ാം തരംഗത്തിന്റെ വക്കിലെന്ന് IMA. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. കോവിഡ് വാക്സിനേഷൻ വ്യാപകമാക്കണമെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PT സക്കറിയ. കോവിഡ് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. സാമൂഹിക വ്യാപനം ഉണ്ടായി കഴിഞ്ഞു. ഈ വാക്സിനേഷൻ എടുക്കുന്ന ഇപ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവരെയും മറ്റ് കോമോർബിഡിറ്റീസ് ഉള്ളവരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. യൂണിവേഴ്സൽ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു വാക്സിനെ കൊടുക്കുന്നത് ജനിക്കുമ്പോഴേ കൊടുക്കുന്നുണ്ടല്ലോ. ഈവൻ BCG പോലത്തെ വാക്സിൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു വാക്സിനേഷൻ പ്രോഗ്രാം നമ്മളിവിടെ നടപ്പാക്കണം. കുട്ടികളെയും ഒന്നും ഒഴിവാക്കരുത്. ജാഗ്രത ശക്തമാക്കിയില്ലെങ്കിൽ കേരളത്തിലും മഹാരാഷ്ട്രയിലേതിന് സമാനമായ അവസ്ഥയുണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷേണായി. ഇപ്പോൾ മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിക്കും. നമ്മൾ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടത്. കേരളത്തിലും ഈ പീക്ക് വരുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പ്രിപ്പയർ. ഉറപ്പായിട്ടും 2ാം തരംഗത്തിൽ കേരളത്തിൽ 2ാം തരംഗം വരത്തില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും കേരളം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നില്ലേ. അപ്പോൾ കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിൽ 2ാം തരംഗം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒൺലി തിങ് വാട്ട് വി ക്യാൻ ഡു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2ാം തരംഗത്തിൻ്റെ ഒരു പീക്ക് കുറയ്ക്കുക. കോവിഡ് നിയന്ത്രണങ്ങളിൽ ചില സംസ്ഥാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് പ്രധാനമന്ത്രി. പൊതുജനങ്ങളിൽ രോഗത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു. കണ്ടെയ്ൻമെന്റ് സോണുകളുടെയും പരിശോധനകളുടെയും എണ്ണം കൂട്ടണം. രാജ്യവ്യാപകമായ ലോക്ഡൌൺ ഏർപ്പെടുത്തില്ല. സാമ്പത്തിക മേഖലയ്ക്ക് ലോക്ഡൌൺ ഇനി താങ്ങാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി. एक बार फिर चुनौतीपूर्ण स्थिति बन रही है. कुछ राज्यों में स्थिति ज्यादा चिंताजनक है. ऐसे में गवर्नेंस सिस्टम में सुधार ये बहुत आवश्यक है. ये मैं समझ सकता हूं कि साल भर की इस लड़ाई के कारण व्यवस्था में भी थकान आ सकती है, ढीलापन भी आ सकता है. लेकिन ये 2-3 सप्ताह और अगर हम टाइट करें और अदर गवर्नेंस को बराबर मजबूत करें. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന. പ്രതിദിനം രോഗം ബാധിച്ചവരുടെ എണ്ണം 1.25 ലക്ഷം പിന്നിട്ടു. 685 മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 9 കോടി കടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ചു. വാക്സിൻ വിതരണത്തിൽ പക്ഷപാതിത്വമുണ്ടെന്ന് മഹാരാഷ്ട്ര സർക്കാരിന്റെ ആരോപണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാക്സിൻ നൽകുന്നുവെന്നാണ് ആരോപണം. പാനൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ആക്രമണം കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ. കുറ്റകൃത്യത്തിൽ 11 പേർ നേരിട്ട് പങ്കെടുത്തു. പ്രതി KK ഷിനോസ് റിമാൻഡിൽ. കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണത്തിന് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘം. പ്രതികൾ ഒളിവിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ. ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യനിർദ്ദേശവും മനസ്സിലാക്കിക്കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിലൊരു അന്വേഷണ സംഘം അത് ഈ കേസ് ഇന്ന് തന്നെ ഏറ്റെടുക്കും. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാനായിട്ട് പോലീസിന്റെ ഭാഗത്തുള്ള ഫുൾ എഫേർട്സും ഉണ്ടാവും.
കണ്ണൂർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗം UDF ബഹിഷ്കരിച്ചു. കൊലപാതകങ്ങളുടെ നേതാക്കൾക്കൊപ്പം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി. പ്രതികളെ പിടികൂടാത്ത നടപടി പ്രതിഷേധാർഹമെന്ന് UDF നേതാക്കൾ. കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആ നേതൃത്വത്തിൻ്റെ ഭാഗമുള്ളവരാണ് യോഗത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നേതാക്കന്മാരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പ്രതിയെ ചോദ്യം ചെയ്യാനോ ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ആയുധ സംഭരണം നടത്തിയ DYFIയുടെ നേതാവടക്കം അതിന് നേതൃത്വം കൊടുത്ത CPMൻ്റെ നേതാക്കന്മാരടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ ഇത്രയും മണിക്കൂറൊന്നും ആവശ്യമില്ല. ഇച്ഛാശക്തി ജില്ലാ ഭരണകൂടത്തിനും പോലീസ് സംവിധാനത്തിനും ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. സമാധാന യോഗം ബഹിഷ്കരിച്ച UDF നിലപാട് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. UDF പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുന്നു. സമാധാന ചർച്ചയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും A. വിജയരാഘവൻ. ഈ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുന്ന സമീപനമാണ് ലീഗ് സ്വീകരിക്കേണ്ടത്. ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ മുൻകെടുത്ത് സ്വീകരിക്കേണ്ടത്. അല്ലാതെ അക്രമ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഒപ്പം നിന്ന് കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തിൻ്റെ കൂടെ നിൽക്കരുത്. നമുക്ക് നാട്ടിൽ സമാധാനം ഉണ്ടാവണം. സമാധാന യോഗം ബഹിഷ്കരിച്ച UDF നടപടി ശരിയായില്ലെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. സമാധാന യോഗം ബഹിഷ്കരിച്ച UDF നടപടി തെറ്റാണ്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ തകർക്കുന്ന നടപടി UDF സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. കൊലപാതകം ദൗർഭാഗ്യകരമാണ്. അതാരും അംഗീകരിക്കുന്നില്ല. ചർച്ച ബഹിഷ്കരിച്ചത് അക്രമ സംഭവങ്ങൾ നടത്താനുള്ള ആഹ്വാനമാകരുതെന്ന് ജില്ലാ കളക്ടർ TV സുഭാഷ്. UDFനെ കൂടി ഉൾപ്പെടുത്തി പ്രാദേശികമായി ചർച്ച തുടരുമെന്നും ജില്ലാ കളക്ടർ. ചർച്ച അവർ ബഹിഷ്കരിച്ചതുകൊണ്ട് അതൊരു തെറ്റായ സന്ദേശം താഴേക്ക് പോകരുത് എന്നാണ് അതിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതായത് ചർച്ച ബഹിഷ്കരിച്ചത് അവരുടെയോ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുള്ള ആളുകൾക്കോ ഉള്ളൊരു സന്ദേശമായിട്ട് ഈ ചർച്ചയിലെ ഇറങ്ങിപ്പോക്ക് കാരണമാകരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് സമാധാനം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ ഇറങ്ങിപ്പോകാനുള്ള കാരണം പറഞ്ഞത് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അവർക്ക് സമാധാന ചർച്ചകളിൽ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരത്തും മലപ്പുറത്തും രാഷ്ട്രീയ സംഘർഷങ്ങൾ. തിരുവനന്തപുരം വളവൂർക്കല്ലിൽ ഗർഭിണിയെ മർദ്ദിച്ചെന്ന് പരാതി. BJP വാർഡ് മെമ്പറുടെ മകളാണ് രാജശ്രീ. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരെന്ന ആരോപണം. മലപ്പുറം എടക്കര മുത്തേടത്ത് LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. DYFI പ്രവർത്തകൻ ക്രിസ്റ്റിയെ കോൺഗ്രസ് പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന് CPIM നേതാക്കൾ. ഇന്ന് രാവിലെ ക്രിസ്റ്റി മരുന്നിന് പോകാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി മൂത്തേടത്ത് വെച്ച് എന്താണ് ചകതിയുടെ പേര് അജയ് എന്ന് പറയുന്ന അവിടുത്തെ പലചരക്കട നടത്തുന്നത്. ആ പലചരക്കടയാണെങ്കിൽ അവിടുത്തെ സാമൂഹ്യ വിരുദ്ധര കേന്ദ്രമാണ്. മയക്കുമരുന്നിൻ്റെയും ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമാണ്. കോൺഗ്രസിൻ്റെ ഒരു ഒളി സങ്കേതമാണ്. അതിൽ നിന്നാണ് കത്തിയും കമ്പി ഉൾപ്പെടെയുള്ള ആളുകളുമായി 2-3 ആളുകൾ വന്ന് ക്രിസ്റ്റിയെ മാരകമായി ആക്രമിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. കായംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റ സംഭവത്തിൽ വഴിത്തിരിവ്. ബൂത്ത് ഏജന്റ് സോമന് പരിക്കേറ്റത് കുടുംബ വഴക്കിനെ തുടർന്നാണെന്ന് ഭാര്യ രാജലക്ഷ്മി. സോമനെ CPIM പ്രവർത്തകർ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കുടുംബ വഴക്കിനെ CPIM കോൺഗ്രസ് തർക്കമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും കുടുംബം. ഞാനും എൻ്റെ മോനും ഭർത്താവ് മാത്രമുള്ള കാര്യമാണ്. 2 പാർട്ടിക്കാരും നിരപരാധികളാണ്. അതിനകത്തിട്ട് അഴിച്ചുപൊളിക്കേണ്ട കാര്യം. മുഖ്യമന്ത്രിക്കെതിരെ ചട്ടലംഘനത്തിന് പരാതിയുമായി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ മുഖ്യമന്ത്രിയുടെ അയ്യപ്പ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയുടെ പരാതി. അയ്യപ്പനും ഇന്നാട്ടിലെ എല്ലാ ദൈവഗണങ്ങളും സർക്കാരിനൊപ്പമാണെന്ന പരാമർശം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി. മുഖ്യമന്ത്രിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന CDM പരാതിക്കൊപ്പം കൈമാറി. നേമത്തിനും മഞ്ചേശ്വരത്തിനും പിന്നാലെ മലമ്പുഴയിലും വോട്ടുമറിക്കൽ ആരോപണം. കോൺഗ്രസ് വോട്ട് വിറ്റെന്ന് LDF സ്ഥാനാർത്ഥി A. പ്രഭാകരൻ 24നോട്. ഫലം വരുമ്പോൾ കോൺഗ്രസ് 3ാം സ്ഥാനത്താകും. മലമ്പുഴയിൽ LDF തന്നെ ജയിക്കുമെന്നും A. പ്രഭാകരൻ. ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് പ്രവർത്തകന്മാരുള്ളത് മലമ്പുഴ മണ്ഡലത്തിലാണ്. അത്തരത്തിൽ ഒരു സ്വാധീനമുള്ള മണ്ഡലത്തിൽ BJD എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവർ ആദ്യം കൊടുത്തില്ലേ? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു 11 മണി കഴിഞ്ഞ ശേഷം
BJP-ക്കാരുടെ ബൂത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ ഇരിപ്പ്. കോൺഗ്രസ് കെട്ടിയ ബൂത്തിൽ ഒരു മനുഷ്യനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ എന്താണ് ഇതിൻ്റെ നീക്കം എന്നുള്ളത്. എ പ്രഭാകരന്റെ ആരോപണം തള്ളി മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി. LDF-ന് പരാജയ ഭീതിയെന്ന് SK അനന്തകൃഷ്ണൻ. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. പക്ഷെ അതിൽ ഈ മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്സുകാർ വോട്ട് കച്ചവടം നടത്തിയിട്ടില്ല. 216 ബൂത്തിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാ ബൂത്തിലും സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ 1ാം സ്ഥാനത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചത്. അല്ലാതെ 3ാം സ്ഥാനത്ത് പോകാനും 2ാം സ്ഥാനത്ത് പോകാനൊന്നുമല്ല. UDF ജയിക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇപ്രാവശ്യം മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം. മലമ്പുഴയിൽ CPIM കോൺഗ്രസ് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് BJP. അതിൽ മലമ്പുഴയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടല്ലോ, ഞാൻ അനുമാനിക്കുകയാണ് ഇത് വിൽപ്പനയാണെന്ന്. അപ്പോൾ അനുമാനങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഞാൻ കാണുന്നത് ഇന്നലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലും ധാരാളം ഈ പറയുന്ന രീതിയിൽ പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങിയതൊക്കെ. ഞാനിത് കാണുന്നത് ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല CPM-ൻ്റെ വോട്ടും ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. വിജയിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ വിജയകൃഷ്ണൻ ചരിഞ്ഞതിൽ ഉദ്യോഗസ്ഥനും പാപ്പാന്മാർക്കുമെതിരെ നടപടി. അമ്പലപ്പുഴ ക്ഷേത്ര ചുമതലയുള്ള ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ G. ബൈജുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പാപ്പാന്മാരായ അനിയപ്പൻ, പ്രദീപ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷനെ നിയോഗിച്ച് അന്വേഷണം നടത്തും. ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ബൈജുവിനെ തൽക്കാലം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു അന്വേഷണ വിധേയമായിട്ട്. പാപ്പന്മാർ 2 പേരെയും സസ്പെൻഡ് ചെയ്യുന്നു. ഡെപ്യൂട്ടി കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നാളെ മുതൽ മാറ്റി നിർത്തുന്നു. പിന്നെ കൂടുതൽ നടപടികൾ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും. സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തിരുവനന്തപുരത്ത് അടിയന്തര ദേവസ്വം ബോർഡ് യോഗം ചേരും. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കോന്നിയിലേക്ക് മാറ്റി. ആദരസൂചകമായി അമ്പലപ്പുഴ പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കോവിഡ് പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പരീക്ഷ. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സോഷ്യോളജിയും SSLC വിദ്യാർത്ഥികൾക്ക് മലയാളം ആദ്യ പേപ്പറുമായിരുന്നു ഇന്നത്തെ പരീക്ഷ. ഫോക്കസ് പോയിന്റിന് പ്രാധാന്യം നൽകുന്നതാണ് ചോദ്യപേപ്പർ. കൂൾ ഓഫ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് പോയിന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതേസമയത്ത് തന്നെ അതിലല്ലാത്ത ചോദ്യങ്ങളും തീർച്ചയായിട്ടും വരും. പക്ഷേ കുട്ടികൾക്ക് ഓപ്ഷൻ വേണ്ടത്ര നൽകിയിട്ടുണ്ടാവും. അതുകൂടാണ്ട് അവർക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കൂടുതൽ സമയം നൽകുന്നുണ്ട്. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത്. ആദ്യ ദിനം പരീക്ഷ കുഴപ്പിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ. എക്സാമൊക്കെ ഈസി ആയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് തന്നെ വന്നിട്ടുള്ളത്. ഈസി ആയിരുന്നു. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് തന്നെ വന്നതും നാളത്തെ എക്സാം ഈസി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമായിരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ ബന്ദിയാക്കിയ CRPF ജവാനെ മോചിപ്പിച്ചു. നടപടി മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്നാലെ. CRPF ജവാൻ രാജേശ്വർ സിംഗ് മൻഹാസിനെ ബന്ദിയാക്കിയത് ശനിയാഴ്ച. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമെന്ന് ജവാന്റെ ഭാര്യ മീനു മൻഹാസ്. हाँ, सरकार पे भरोसा था, बट सरकार अपनी तरफ से कुछ बोल नहीं रही थी, कुछ स्टेटमेंट नहीं आ रहा था. उसकी वजह से हम परेशान थे. पेशेंस रखा, नहीं वो वापस आ जाएंगे, जल्दी आ जाएंगे. दिल में यही था कि वो वापस आएंगे. जब उनका मन होगा वो आएंगे, तो मिल लेंगे, तो वेलकम हो जाएगा उनका. പശ്ചിമ ബംഗാളിലെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. 44 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 നോട്ടീസ് നൽകിയാലും ഒത്തൊരുമയോടെ വോട്ട് ചെയ്യാൻ മാത്രമേ താൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയുള്ളൂവെന്ന് മമതാ ബാനർജി. നാടിന്റെ ചരിത്രം മാറ്റിയെഴുതി അവരുടെ അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മമതാ ബാനർജി ജയ് ശ്രീറാം വിളിച്ചു തുടങ്ങുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മമതാ ബാനർജിയെ തടയണമെന്ന് കേന്ദ്രമന്ത്രി ബാബുൽ സുപ്രിയോ. ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി BJPയിൽ ചേരില്ലെന്ന് സുഹൃത്തും CPIM നേതാവുമായ അശോക് ഭട്ടാചാര്യ. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് സൗരവ് ഗാംഗുലി തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അശോക് ഭട്ടാചാര്യ 24നോട് പറഞ്ഞു. സൗരവ് ഗാംഗുലി BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അശോക് ഭട്ടാചാര്യയുടെ വെളിപ്പെടുത്തൽ. I suggested him not to join in the politics, but he has kept my request. That's why I congratulated
him. At least my request, he has given some honor to my request. The people of West Bengal, they like you very much. People of West Bengal, they do not want to see you in the politics. Only we want to see him in the sports arena. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ സന്ദീപ് നായരുടെ മൊഴിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ. മൊഴി പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്നതിനാൽ മുദ്രവെച്ച കവറിൽ നൽകാമെന്നും കോടതിയെ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള അന്വേഷണം എന്നത് ആർക്കെതിരെയും കള്ളത്തെളിവുണ്ടാക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയിലെ വിവരങ്ങളാണ്. അതിന് കള്ളപ്പണ കേസുമായി ബന്ധമില്ലെന്നും സർക്കാർ വാദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നാണ് ഇഡിയുടെ വാദം. കൊച്ചിയിലെ മുനമ്പം വഴി വീണ്ടും മനുഷ്യക്കടത്തിന് സാധ്യതയെന്ന് പോലീസ്. പരിശോധന ശക്തമാക്കി. ശ്രീലങ്കൻ പൗരന്മാരുടെ നേതൃത്വത്തിൽ മനുഷ്യക്കടത്തിന് നീക്കമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മേഖലയിലെ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും പോലീസിന്റെ നിർദ്ദേശം. രാമേശ്വരത്ത് പിടിയിലായ 2 പേരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് ആലുവ റൂറൽ എസ്.പി. കെ കാർത്തിക്. 2 കൊല്ലം മുൻപ് അവിടെ ഒരു സംഭവം റിപ്പോർട്ടായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വിജിലായിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നത് അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഗൗരവമായിട്ട് ആ കാര്യം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് വളരെ വിജിലായിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയാസിൽ എല്ലാവരെയും നമ്മൾ അലർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ സഹായവും നമ്മൾ എടുക്കുന്നുണ്ട്. അവരുടെ സഹായത്തോടു കൂടി അവിടെ നമ്മൾ കൂടുതൽ ജാഗ്രതയായിരിക്കുകയാണ്. BPCL സിലിണ്ടർ വിതരണ ലോറി ഡ്രൈവർമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. തീരുമാനം സംയുക്ത സമരസമിതിയുമായി BPCL കമ്പനി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലോഡിംഗ് പുനരാരംഭിച്ചു. ദിവസവും 2 ഷിഫ്റ്റുകളിലായി 130 ലോഡ് സിലിണ്ടറുകൾ കയറ്റും. അതിൽ മാറ്റമുള്ള ദിവസം പ്രതിനിധി വഴി ഡ്രൈവർമാരെ നേരത്തെ വിവരമറിയിക്കും. ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്നതായി സമരസമിതി അംഗം ശിവൻ. ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയാണ്. 130 ആവറേജ് 130 വണ്ടി വരെ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും അഡീഷണൽ വന്നാൽ 5 മണിക്ക് ഉള്ളിൽ വിളിച്ച് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഹകരിച്ച് പക്ഷേ മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കുന്നു. കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കടയ്ക്ക് വധഭീഷണി. ചോപ്പ് എന്ന സിനിമയ്ക്കായി എഴുതിയ മനുഷ്യനാകണം എന്ന കവിതയെ ചൊല്ലിയാണ് ഭീഷണി. ഈ കവിത എഴുതിയത് മുതൽ പതനം ആരംഭിച്ചുവെന്നും സ്വകാര്യ ഭാഗത്ത് കമ്പിപ്പാര കയറ്റുമെന്നും ഭീഷണിപ്പെടുത്തിയതായി മുരുകൻ കാട്ടാക്കട 24നോട് പറഞ്ഞു. കണ്ണൂരിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിക്കെതിരെ എസ്.പിക്കും സൈബർ സെല്ലിനും പരാതി നൽകി. അയാൾ പറയുന്നത് ഞാനൊരു നല്ല കവിയായിരുന്നു, പക്ഷേ ഞാനിങ്ങനെ ഈ മാർക്സിസം എന്ന് പറയുന്ന രീതിയിൽ ഇത് എഴുതിയതോടുകൂടി നിന്റെ പതനം ആരംഭിക്കുകയാണ്, നീ ഇത് എഴുതാൻ പാടില്ലായിരുന്നു. അവൻ പറയുന്നത് മലദ്വാരത്തിലൂടെ സംസാര കയറ്റുമെന്നാണ്. അങ്ങനെയാണ് അവന്റെ ഡയലോഗ്സ് കൂടുതലും അതാണ്. ഈ പറ്റുമെങ്കിൽ നേരിട്ട് ചെയ്യണം. അവർ നേരിട്ട് ചെയ്യേണ്ട കാര്യമില്ല. സിംഹത്തിന്റെ വാക്യതാരങ്ങളും കൈകൊണ്ട് വയ്ക്കും. അത് ഒളിച്ചൊന്ന് ഷൂട്ട് ചെയ്യണം. അതാണ്. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി വീണ നായരുടെ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ. ഉപയോഗിക്കാത്ത 50 കിലോയോളം പോസ്റ്ററുകളാണ് നന്ദൻകോടുള്ള ആക്രിക്കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ചത്. കുറവൻകോണം മേഖലയിൽ വിതരണം ചെയ്ത പോസ്റ്ററുകളാണ് ഇവയെന്നാണ് സൂചന. പോസ്റ്ററുകൾ ആരാണ് വിൽപ്പനയ്ക്കെത്തിച്ചത് എന്ന അന്വേഷണത്തിൽ പാർട്ടി നേതൃത്വം. അഴിമതി ആരോപണത്തിൽ CBIയുടെ പ്രാഥമിക അന്വേഷണത്തിന് എതിരെ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖും മഹാരാഷ്ട്ര സർക്കാരും സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. അനിൽ ദേശ്മുഖിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണമെന്നും പൊതു താൽപര്യവുമായി ബന്ധപ്പെട്ട വിഷയമെന്നും ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ ബെഞ്ച്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ബോംബെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കാൻ കഴിയില്ല. ആരോപണത്തിന്റെ സ്വഭാവവും ഉൾപ്പെട്ട വ്യക്തികളെയും പരിഗണിക്കുമ്പോൾ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി. കേട്ടുകഴിവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്ന അനിൽ ദേശ്മുഖിന്റെ വാദം കോടതി തള്ളി. അനിൽ ദേശ്മുഖിനെതിരെ മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗാണ് 100 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2 ദിവസം മുൻപ് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഉമ്മൻചാണ്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത്. VA ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
ഉന്മേഷ്, ഇന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ഈ ഏപ്രിൽ 6 നടന്ന വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് ചില രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ക്വാറന്റൈനിലായിരുന്നു. ഇതിനുശേഷം ഇന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ ചികിത്സിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. ഇവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും അവരുടെ ഒരു വിലയിരുത്തൽ പുറത്തു വരിക. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന റിപ്പോർട്ടാണ് അല്ലെങ്കിൽ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു അറിയിപ്പ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരിക. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇദ്ദേഹം വീട്ടിൽ തന്നെ ക്വാറന്റൈനിലായിരുന്നു. അദ്ദേഹം ഈ സമയങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നോട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്വാറന്റൈനിൽ പോകണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ കന്യാസ്ത്രീകളെ ആക്രമിച്ചെന്ന കേസിലെ 3 പ്രതികൾക്കും സിറ്റി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകി. ഹിന്ദു ജാഗരൺ മഞ്ച്, രാഷ്ട്രഭക്ത് സംഘടൻ, ABVP പ്രവർത്തകർക്കാണ് ജാമ്യം നൽകിയത്. പ്രതികൾ ഇന്നലെ വൈകിട്ടോടെ ജാമ്യത്തിൽ ഇറങ്ങിയതായി പോലീസ് വ്യക്തമാക്കി. സമാധാന ഭംഗത്തിനാണ് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കേസെടുത്തത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വർക്കല നടയറ സ്വദേശി അൽ സമീറാണ് മരിച്ചത്. നാട്ടുകാർ മൃതദേഹം കണ്ട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം അൽ സമീറിന് കടബാധ്യതയുണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പണം വെച്ചുള്ള ഓൺലൈൻ റമ്മികളി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച സർക്കാർ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന ചൂതാട്ട കമ്പനികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. MBL, റമ്മി സർക്കിൾ അടക്കമുള്ള കമ്പനികളാണ് കോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ സർക്കാരിനോട് വിശദമായ മറുപടി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹർജി അടുത്ത മാസം 29-ന് വീണ്ടും പരിഗണിക്കും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു കേരള ഗെയിമിംഗ് ആക്ടിൽ ഭേദഗതി വരുത്തി ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ നാടുകടത്തൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാകണമെന്ന് സുപ്രീം കോടതി. മ്യാൻമറിലേക്ക് നാട് കടത്താനുള്ള നീക്കം തടയണമെന്ന ജമ്മുവിലെ റോഹിംഗ്യകളുടെ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് നിർദ്ദേശം. തടങ്കലിലാക്കിയ റോഹിംഗ്യകളെ മോചിപ്പിക്കാൻ ഉത്തരവിടാൻ കഴിയില്ലെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ നാട് കടത്താൻ പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. മ്യാൻമറിലേക്ക് അയച്ചാൽ കൂട്ടക്കുരുതിക്ക് ഇരയാകുമെന്ന ആശങ്കയാണ് റോഹിംഗ്യകൾ ഹർജിയിൽ ഉന്നയിച്ചത്. വൈപ്പിൻ ഞാറക്കലിൽ മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരിച്ചു. ഞാറക്കൽ സ്വദേശി പ്രസന്നനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. വഴക്കരുടെ മകൻ ജയേഷിനും വെട്ടേറ്റു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തെങ്ങ് കയറ്റ തൊഴിലാളികളാണ് ഇരുവരും. സ്ഥിരമായി മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയും.